മഹത്വപ്പെടട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം 1 Corinthians chapter 2 verses 10 and 11. ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാൻ ഒരിടത്ത് ജോലി ചെയ്യുന്നു, എനിക്ക് കുറച്ച് ശമ്പളം കിട്ടുന്നു. ആ കാശ് ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നു. കാണുന്നവർക്ക് മനസ്സിലായി ഞാൻ കാശ് ഇൻവെസ്റ്റ് ചെയ്യുവാണ് എന്ന്. പക്ഷെ ആ കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം, അതെന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കല്ലാതെ, അതായത് എൻ്റെ ഉള്ളിലുള്ള എൻ്റെ മനസാക്ഷി, എൻ്റെ ആത്മാവിനല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല. അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ ഓരോ കാര്യങ്ങളും. ദൈവം ഏതൊരു വ്യക്തിയെ സൃഷ്ടിക്കുമ്പോഴും ആ വ്യക്തിയിൽ കണ്ടിരിക്കുന്ന ഒരു പേർപ്പസ് ഉണ്ട്. അത് എത്ര ഹിഡൻ സീക്രട്ട് ആയിട്ട് ദൈവത്തിന്റെ കയ്യിലിരുന്നാലും അത് നമുക്ക് വെളിപ്പെടുത്തി കിട്ടാൻ പരിശുദ്ധാത്മാവ് വേണം. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ അല്ലാതെ നമുക്ക് ദൈവം കണ്ട ആ ഒരു പേർപ്പസിലോട്ട് നടന്നു നീങ്ങുക സാധ്യമല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പിലും നമ്മൾ റിലേ ചെയ്യുന്നത് നമ്മുടെ ബുദ്ധിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പലരുടെയും ഒപ്പീനിയൻസോ അവരുടെ എക്സ്പീരിയൻസോ ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ ഡിസിഷൻ ലോകത്തിന്റെ കണ്ണിൽ ശരിയെന്ന് തോന്നുമ്പോഴും അത് ദൈവം നമ്മളിൽ കണ്ട പേർപ്പസിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ തീരുമാനങ്ങളിൽ നമ്മെ നയിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ ദൈവമക്കളായ നാം തീവ്രമായി ആഗ്രഹിക്കേണ്ടത് പരിശുദ്ധാത്മാവെ എന്നെ നിറയണമേ, എന്നെ വഴി നടത്തണമേ എന്നാണ്. നമ്മൾ എടുക്കുന്ന ഓരോ കുഞ്ഞു കാര്യങ്ങളിലും നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഒരു കടയിൽ സാധനം വാങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ ഏത് ഡ്രസ്സ് ഇടണമെന്ന് തീരുമാനിക്കുന്നു, അങ്ങനെ തുടങ്ങി നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന ഓരോ കാര്യത്തിലും നമ്മൾ കർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്താണ് കർത്താവെ നിന്റെ ഇഷ്ടം, ഞാൻ ഇത് ചെയ്യണോ ഇത് വേണ്ടേ? അങ്ങനെ ഓരോ കാര്യത്തിലും കർത്താവിന്റെ ആലോചന ചോദിക്കുന്നവരായി നാം മാറുക. അങ്ങനെ വരും കർത്താവിനോട് ഒരു പൂർണ്ണമായ ഒരു ആശ്രയത്വം ഡെവലപ്പ് ചെയ്യും. അങ്ങനെ വന്ന് നമ്മുടെ മുന്നിലുണ്ടാകുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ എന്ത് ചെയ്യണമെന്ന് നാം ഫസ്റ്റ് കൺസൾട്ട് ചെയ്യുന്നത് ഒരിക്കലും വേറൊരു വ്യക്തിയോ നമ്മുടെ സ്വന്തം ബുദ്ധിയെയോ അല്ല. പകരം നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനാണ്. നാം എന്ത് ചെയ്യണം ദൈവമേ എന്ന് കർത്താവ് നമുക്കൊരു ആലോചന തരുന്നു. അത് വെച്ച് നമ്മൾ ആ ഒരു ടെംപ്ടേഷനെ നമ്മൾ ജയിച്ചു കയറുന്നു. അങ്ങനെ നമ്മൾ ഓരോ കാര്യത്തിലും, നമ്മൾ എടുക്കുന്ന ഓരോ ഡിസിഷൻസിലും, നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിലും കർത്താവ് തന്നെ നമ്മളെ നയിക്കുന്നു. നാം പോലും അറിയാതെ നമ്മുടെ ലൈഫ് കർത്താവിന്റെ കരങ്ങളിലെ ലൈഫായിട്ട് മാറും. കർത്താവ് നമ്മളിൽ എന്ത് ആഗ്രഹിച്ചോ, നാം എന്ത് ചെയ്യണമെന്ന് കർത്താവ് തീരുമാനിച്ചു വെച്ചിരുന്നോ, എന്ത് പറയണമെന്ന് ആഗ്രഹിച്ചോ, അങ്ങനെ കർത്താവിന് ഫ്രീ ആയി ഇടപെടാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ കർത്താവിന്റെ ഹിതം ചെയ്യുന്ന മക്കളായി മാറും. കർത്താവ് കണ്ട ഒരു പേർപ്പസ് നമ്മൾ മീറ്റ് ചെയ്യുകയും ചെയ്യും. ഇതിന്റെ തുടക്കം, ഇതിനു വേണ്ടിയിട്ട് നാം ചെയ്യേണ്ടത് അനുദിനം അനുനിമിഷം പരിശുദ്ധാത്മാവെ എന്നെ നിറയണമേ, എന്നെ വഴി നടത്തണമേ എന്ന് പറഞ്ഞ് നമ്മുടെ സെൽഫിനെ വിട്ടുകളഞ്ഞ് കർത്താവിന്റെ ഇഷ്ടം ചെയ്യാൻ ശ്രമിക്കുക. കർത്താവിന് പൂർണ്ണമായി വിധേയപ്പെടാൻ ശ്രമിക്കുക. അതിന് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.